മഹദിയായ ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ ജീവിതത്തിൽ പതിവാക്കിയ സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി അഹ്ലിഹി. അവസാനം ഒരു ഹാ ഉണ്ട്, അതെല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി അഹ്ലിഹി എന്ന് വഖഫ് ചെയ്യുമ്പോൾ അഹ്ലിഹി എന്നാ ചൊല്ലേണ്ടത്. അപ്പോൾ ഹാ വെളിവാകണം, അങ്ങനെയാണ് ചൊല്ലേണ്ടത്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ലാ ഇ ഹംസയാണ്, ലാ ഇ ലാ ഹ ഹ ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവസാനം ഒരു ഹ ഉണ്ട്, ആ ഹാവും വെളിവാകണം. അങ്ങനെ നമ്മൾ എന്തൊക്കെ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലുന്നുണ്ടോ അതൊക്കെ നല്ല അക്ഷരശുദ്ധിയോടുകൂടെ ചൊല്ലണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. അങ്ങനെ എന്ത് ഓതുമ്പോഴും പരിശുദ്ധമായ ഖുർആന് അത് തോന്നിയതുപോലെ ഓതുന്ന ആളുകളെ ശപിക്കുന്നതാണ്. വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ എങ്ങനെ ഓതണം? സാവധാനം, പയ്യെ പയ്യെ, നല്ല തർത്തീബിൽ, നല്ല ഇഖ്ലാസിൽ ഓതണം. അതല്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനാ സിറാത്ത്, ഈ ഒരു നിലക്കുള്ള ഒരു ഫാത്തിഹ ഒന്നും ഓതാൻ പാടില്ല. ഫാത്തിഹ എന്ന് പറയുന്നത് 17 വട്ടം നമ്മൾ നിർബന്ധമായി ഒരു ദിവസത്തിൽ പാരായണം ചെയ്യേണ്ട സൂറത്താണ്, അല്ലേ? എത്ര വട്ടം ഒരു ദിവസം ഫാത്തിഹ നമ്മൾ ഓതും? 17 വട്ടം നമ്മൾ ഫാത്തിഹ ഓതാറുണ്ട്, അല്ലേ? സുബഹില് 2 റക്അത്തില്, ളുഹറില് 4 റക്അത്തില്, അസറില് 4 റക്അത്തില്, മഗ്രിബില് 3 റക്അത്തില്, അതുപോലെ തന്നെ ഇശായില് 4 റക്അത്തിൽ. അങ്ങനെ മൊത്തം എത്ര തവണ? 17 തവണ നമ്മൾ നിർബന്ധമായും ഫാത്തിഹ ഓതേണ്ടതുണ്ട്. ആ ഫാത്തിഹയുടെ ഒരു ഹർക്കത്ത്, ഒരു ഹർഫ് വിട്ടുപോയി കഴിഞ്ഞാൽ ബത്തല സ്വലാ, നിസ്കാരം ബാത്തിലായി പോകും, അല്ലേ? നിസ്കാരം തന്നെ ബാത്തിലായി പോകും. അപ്പൊ നല്ലതുപോലെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ഫാത്തിഹ ഓതാൻ. ഓരോ അക്ഷരങ്ങളും വളരെ ക്ലിയറായി നമ്മൾ ഓതണം, അതല്ലെങ്കിൽ പണിയാണ്. നമ്മുടെ അമലൊന്നും അള്ളാന്റെ അടുക്കലുണ്ടാവൂല. നമ്മൾ ഇവിടുന്ന് കുറേ നേരം നിസ്കരിച്ചിട്ടുണ്ടാകും, ഒരുപാട് നേരം ഇബാദത്തിന് വേണ്ടി, നിസ്കാരങ്ങൾക്ക് വേണ്ടി സമയം കളഞ്ഞിട്ടുണ്ടാകും. ഫാത്തിഹ തെറ്റിയാൽ കൊയ് ഫായിദാ നഹി ഹൈ, ഒരു കാര്യമല്ല. നമ്മൾ ചെയ്ത എല്ലാ അമലും ബാത്തിലായിപ്പോയി. അതുകൊണ്ട് അത് നല്ല ശ്രദ്ധിച്ച്, അതുപോലെ ഓരോ ഹർഫുകളും, ഇപ്പം നമ്മൾ മഗ്രിബ് എന്താ പറയാറ്? മഗ്രിബ് എന്നാ പറയാറ്. യഥാർത്ഥത്തിൽ മഗ്രിബാണ്, അല്ലേ? മഗ്രിബാണ്. അറബി അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അലിഫ്, ബാ, താ, ഹാ, ജീമ്, പിന്നെ ഏതാണ്? ഹാ, ഖാ, ദാല്, ദാല്, റാ, സാ, ഷീന്, സീന്, സ്വാദ്, വാദ്, ഫാ, ഖാഫ്, കാഫ്, ലാമ്, മീമ്, നൂന്, വാവ്, ഹാ, യാ, നൂന്, അല്ലേ? ഏതെങ്കിലും വിട്ടുപോയോ? ഈ പറഞ്ഞ ഓരോ അക്ഷരങ്ങളും വളരെ ശ്രദ്ധിച്ച. ഖാഫ് ഉണ്ട്, കാഫും ഉണ്ട്. ഖാഫ് പറയേണ്ടടുത്ത് കാഫും, കാഫ് പറയേണ്ടടുത്ത് കാഫും പറയാൻ പാടില്ല, അല്ലേ? ഹലക്ക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സൃഷ്ടിച്ചു. ഹലക്ക എന്ന് പറഞ്ഞാലോ ബാർബർ എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കി, അപ്പൊ ഒരു പുള്ളി വിട്ടുപോയി, അവിടെ ഒരു പുള്ളിയുടെ വ്യത്യാസമുള്ള ഒരു പുള്ളിയാണ് വിട്ടുപോയാൽ അർത്ഥം മാറുകയാണ്, അർത്ഥം മാറിപ്പോവുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ഫോണങ്ങ് തുറന്നു വെച്ചാൽ തജ്വീദിന്റെ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? അക്ഷരങ്ങൾ ആദ്യം പഠിക്കുക, എന്നിട്ട് ഖുർആൻ ഓതുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഖുർആൻ നാളെ സാക്ഷി നിൽക്കുന്ന ഒരു സാധനമാണ്. നാളെ മഹ്ശറയിൽ നമ്മൾ പെടുമ്പോ നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു സാധനമാണ്, അല്ലേ? ആ ഒരു ബോധം നമുക്ക് വേണം. ഫാത്തിഹ ഓതുമ്പോൾ പ്രത്യേകിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാം കറക്റ്റ് പഠിക്കണം. നിങ്ങൾ ബിസ്മി എന്ന് പറയുമ്പോൾ എങ്ങനെ പറയണ്ടേ? ബാ, നമ്മളെ ഇംഗ്ലീഷിൽ ബി എന്ന് പറയുന്നത് പോലെയാണോ? അറബിയിൽ ബാ പറയേണ്ടത് മേലത്തെ ചുണ്ട്, താഴെ ചുണ്ടിന്റെ ഈ ഒരു ഭാഗത്ത് വരണം. ബി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഫാത്തിഹ ഓതുന്ന സമയത്ത് ബിസ്മി ഓതുവല്ലോ. ഈ ബിസ്മി ഓതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പല ആളുകളും ചുണ്ട് അവസാനം ഒന്ന് പൂട്ടാറുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒന്ന് പൂട്ടാറുണ്ട്. ചുണ്ട് പൂട്ടിയാൽ മീമു അറിയുന്ന അക്ഷരാവൂല. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഇപ്പൊ ചുണ്ട് പൂട്ടി, പക്ഷെ മീമായോ? ഇല്ല, അല്ലേ?
അങ്ങനെ പൂട്ടിയതുകൊണ്ട് മീമാവൂല. മീമാകണമെങ്കിൽ എന്ത് ചെയ്യണം? മീമിനൊരു ശബ്ദമുണ്ട് അല്ലേ? ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ശബ്ദമുണ്ട്. മീമിന്റെ ശബ്ദം എന്താണ്? അതാണ് മീമിന്റെ ശബ്ദം. മാ അല്ലേ? ഇപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കണ്ടോ? ആ മീമിന്റെ ശബ്ദം വെറുതെ ചുണ്ടു പൊട്ടിയാകൊണ്ട് വരൂല, പിന്നെ അത് വരുത്തണം, എന്ന് വരുത്തണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോക്ക് നിങ്ങള്, അങ്ങനെ വരുത്തിയാൽ നമ്മുടെ ഫാത്തിഹ ശരിയാകും. പിന്നെ അൽഹംദുലില്ലാ, ഹ ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹി, ഹ ശ്രദ്ധിക്കണം. റബ്ബിൽ ആലമീൻ, ഐനുണ്ട് ഗൈനുണ്ട്, ഐനുണ്ട് ഗൈനുണ്ട്. ഇത് പല ആളുകൾക്കും പറയാം. ഇതിന്റെ അപ്പുറത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ആളുകൾക്കും തെറ്റുപറ്റു പോകുന്ന ഒരു സംഗതി ഉണ്ട്. ഏതാണ്? എല്ലാ ആളുകളും അത് തെറ്റിച്ചിട്ടേ ഓതാറുള്ളൂ. അപ്പൊ ഞാന് ഒതിക്കുന്ന ആളുകളൊക്കെ അത് എന്താ ഓതാറെന്ന് അറിയോ? ആണ് ഓതാറ്. അല്ല അവിടെ റാലാണ്. അങ്ങനെയാണ്. ദാല് കഴിഞ്ഞിട്ട് റാല്, ഒന്ന് ദാല്, പിന്നെ അത് റാല്. റാല് എന്ന് പറയുമ്പോ എങ്ങനെ പറയണം? ഈ നാവിന്റെ തുമ്പ് ഈ പല്ലിന്റെ ഈ തുമ്പിൽ വരണം. റാല് റാല്. പറയണ് എന്നുള്ള ഒരു അക്ഷരത്തിൽ നിന്നാണ് വരുന്നത്. സെഡ് എന്ന് പറയില്ല നമ്മള്. അതിന്റെ വേറൊരു സംഭവമാണ് ദാല് വേറെ, റാല് വേറെ, വേറെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതുന്ന സ്ഥലത്ത് ഏതാ ഓതണ്ട്? റാലാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവിടെ അവസാനം ഉണ്ട് റജീം എന്ന് പറയുമ്പോ ചുണ്ട് പൂട്ടണം, മീമ് വെളിവാവും വേണം. മീം കണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. പല ആളുകളും മാലികി യൗമിദ്ദീൻ ഓതാറുണ്ട്. വേറൊരു ഖിറാഅത്തിൽ മലികി യൗമിദ്ദീൻ എന്ന് ഓതാ. പക്ഷെ നമ്മുടെ ഖിറാഅത്ത് എങ്ങനെയാണ്? മാലികി യൗമിദ്ദീൻ. വല്ലാതെ നീട്ടാതെ, ഒട്ടും പറ്റ ചുരുക്കാതെ, ഒരു ആവറേജിൽ അല്ലേ? മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ കട്ടി കൊടുത്തിട്ട് ദീ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മാലികി യൗമിദ്ദീൻ കണ്ടോ? നൂനുണ്ട് അവിടെ. ആ നൂനും വെളിവാകണം. മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന എന്ന് പറയാൻ പാടില്ല. കൽക്കലത്തിന്റെ അല്ലെ അക്ഷരങ്ങളാണ്. കൽക്കലത്തിന്റെ അക്ഷരങ്ങളുണ്ട്. 5 അക്ഷരങ്ങള്. ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്. ഈ 5 അക്ഷരങ്ങള്. ഇത് വരുമ്പോഴേ നല്ല സ്ഫുടമായി വെളിവാക്കി ഉച്ചരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തതൊക്കെ എന്ത് ചെയ്യണം? ഇഹ്ദിന എന്ന് ഓതണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കൽക്കലത്തിന്റെ അക്ഷരങ്ങളിൽ ഈ ആ ഹാന്റെ സ്ഥലത്ത് വരണം. ആ ഹാ കൽക്കലത്തിന്റെ അക്ഷരങ്ങളിൽ പെട്ടതല്ല. അപ്പൊ അത് അങ്ങനെ വെളിവാക്കി ഓതേണ്ടതില്ല. പിന്നെ എങ്ങനെ ഓതണം? സ്വാദാണ്. ആണ്. നീ ത്വാ കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരം ശ്രദ്ധിക്കണം. അവര് താ വരുന്നുണ്ട്. എങ്ങനെ? അവിടെ ത്വാ ആയി പോകും ചില ആളുകളുടെ. മുസ്തഖീം എന്ന് പറയുമ്പോ ഖാഫാണ്, കാഫായി പോകാൻ പാടില്ല. മുസ്തഖീം സിറാത്തുല്ലദീന. സിറാത്തുല്ലദീന എന്ന് ഓതാൻ പാടില്ല. സിറാത്തുല്ലദീന അൻഅംത. ഉണ്ടോ? ഐനാണ് അവിടെ. അൻഅംത അലൈഹിം. അൻഅം. അവിടെ എല്ലാവരും എന്താ അന്ന പറയല്?
അൻഅംത അൻ എന്നതിന് ശേഷം പിന്നെ എന്താ പറയാ അൻഅംത ആ അലിഫാണ് അവിടെ അൻഅംത അലൈഹിം ആ അലൈഹിം എന്ന് പറയുന്നിടത്ത് പല ആളുകളും അലൈഹിം എന്നാ പറയാറ് അൻഅംത അലിഫ് പിന്നെ ഐന വരുന്നത് അൻ എന്ന് പറയുമ്പോൾ അലിഫ് അൻഅംത എന്ന് പറയുമ്പോൾ ഐന് അൻഅംത അലൈഹിം അലൈഹിം എന്ന് പറയുമ്പോൾ ഐനാണ് അത് പല ആളുകളും എന്താ പറയാറുള്ളത് അലൈഹിം എന്നാ പറയാറ് നമ്മൾ ഓദിക്കും ഒന്ന് പതിയെ ഒന്ന് ഓതി വെക്കും എങ്ങനെ നമ്മൾ ഓതാറുന്നുള്ളത് അൻഅംത അലൈഹിം അലൈഹിം എന്നാ ഓതാറുള്ളത് അലൈഹിം എന്ന് ആരും ഓതാറില്ല അല്ലേ അലൈഹിം ഐനാണ് ആ ഒരൊറ്റ ഐന് വിട്ടുപോയാൽ ബത്തല സ്വലാത്ത് തമാശ പറയില്ല തമാശ പറയില്ല അങ്ങനെ ആരും മനസ്സിലാക്കരുത് ഖുർആനാണിത് ഫാത്തിഹ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം ബാത്തിലായി പോയില്ലേ നമ്മുടെ കർമ്മങ്ങളൊക്കെ വെറുതെ ആയി പോയില്ലേ അൻഅംത അലൈഹിം അലൈഹിം എന്ന് പറയുമ്പോൾ ഐന് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കഴിഞ്ഞു കാര്യം അൻഅംത അലൈഹിം ഗൈരിൽ കണ്ടോ അൻഅംത അലൈഹിം ഗൈരിൽ എന്ന് പറയുമ്പോ ഏതാ വരാ ഏതാ അക്ഷരം വരാ ഐനുണ്ട് ഗൈനുണ്ട് അവിടെ ഗൈന വരിക ഗൈരിൽ അവിടെ എന്താണ് ഗൈനാണ് ഗൈരിൽ മഗ്ളൂബി അലൈഹിം അവിടെ അലൈഹിം എന്നുണ്ടോ അലൈഹിം ഐനാണ് ഇതൊക്കെ അലിഫാണ് പല ആളുകളും ഓതാറുള്ളത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് ചോദിത്തരുന്നത് നമ്മളിപ്പോൾ ഈ മജ്ലിസിൽ വന്ന് ഇങ്ങനെ ആമീൻ പറഞ്ഞു പോയാൽ പോരല്ലോ നമ്മുടെ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഖദീമായ അള്ളാന്റെ സൃഷ്ടിയല്ലാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ ഈ ലോകത്ത് അള്ളാന്റെ സൃഷ്ടിയല്ലാത്ത ഒരൊറ്റ സാധനം ഈ ലോകത്തുള്ളൂ അതേതാണ് ഖുർആനാണ് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല പിന്നെ ഖദീമായ അള്ളാഹുവിന്റെ കലാമാണ് അല്ലേ ഹബ്ലുല്ലാഹി ഹുവൽ ഖുർആൻ അല്ലാഹുവിന്റെ പാശമാണ് ഖുർആൻ അത് നല്ലതുപോലെ ഓതിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഫാത്തിഹ സൂറത്ത് നല്ലതുപോലെ പാരായണം ചെയ്തില്ല എങ്കിൽ മോനെ നമ്മുടെ നിസ്കാരം ദേ കിടക്കുന്നു ചവറ്റുകൊട്ടയില് അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു കബൂലാക്കട്ടെ അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ളൂബി അലൈഹിം ആമീൻ വാവ് ഉച്ചരിക്കുമ്പോ മലയാളത്തിലെ വാവല്ല അറബിയിലെ വാവ് പറയുമ്പോ എങ്ങനെ ഉച്ചരിക്കണം വാ ചെറിയൊരു ഗ്യാപ്പ് വരണം വാ ഉണ്ടോ വാ അല്ല മലയാളത്തിലെ വാ അല്ല പിന്നെ ഗൈരിൽ മഗ്ളൂബി അലൈഹിം ഉണ്ടോ വാ ഇങ്ങനെ ചുണ്ട് പൂട്ടിയോടുന്നാണ് നല്ല വാവ് തുടങ്ങേണ്ടത് പിന്നെ ഒരു ചെറിയൊരു ഹോള് വേണം ഇങ്ങനെ വാ ഉണ്ടോ വലല്ലാലീൻ ആമീൻ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ നിലക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇപ്പൊ ഞാൻ ഇതിന്റെ പൂർണ്ണനൊന്നല്ല കേട്ടോ എനിക്കും ഒരുപാട് മിസ്റ്റേക്ക് വരാം എനിക്കും മിസ്റ്റേക്ക് വരുന്നുണ്ട് ഞാനും ഈ തജ്വീദ് അരക്കി കലക്കി കുടിച്ച ഒരാളൊന്നുമല്ല പക്ഷെ ഫാത്തിഹ നമ്മൾ തെറ്റാതെ ഓതണം ഫാത്തിഹയുടെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അതൊക്കെ നല്ലതുപോലെ ഫാത്തിഹ മാത്രം എന്നല്ല പറയുന്നത് എല്ലാ സൂറത്തുകളും എല്ലാം നല്ല കറക്റ്റായിട്ട് ഓതണം പല ആളുകളും സൂറത്തൊക്കെ കാണാപ്പാടായിരിക്കും പല ആളുകൾക്കും നല്ല ഹിഫ്ള് ഉണ്ടാവും വല്ലുഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെയുള്ള എല്ലാ സൂറത്തുകളും കാണാതെ അറിയുന്ന ആളുകളുണ്ടാവും കാരണം 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാണ് വല്ലുഹ എന്നാണ് പിടിച്ചു കഴിഞ്ഞാൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ അങ്ങോട്ട് ഓതിയാൽ മതി അല്ലേ പക്ഷെ വല്ലുഹൊക്കെ ഓതുന്ന കോലെന്താ നമ്മളൊക്കെ വല്ലുഹ ഓതുന്ന കോലെന്താ എങ്ങനെ ഓതണം വല്ലുഹ ശരിക്ക് ബിസ്മില്ലാഹി الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى അവിടെ ഒരുപാട് വല്ലുഹാ വല്ലൈ അങ്ങനെ ഓതാൻ പാടില്ല പിന്നെ വല്ലുഹാ ആ നീട്ടിയൊരു സാധനം ഉണ്ടല്ലോ അതേ വല്ലൈലി അവിടുന്ന് ഓതാ നീട്ടാൻ പറ്റുള്ളൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലുഹാ വല്ലൈലി അപ്പോ വളരെ കൃത്യമായി വളരെ ശ്രദ്ധിച്ച് ഓരോ സൂറത്തുകളും നമ്മൾ പാരായണം ചെയ്യാം
മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. കണ്ടോ, അതും അത്രയും നീട്ടാൻ പാടുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് നീട്ടാൻ പാടില്ല. ഖലാ കണ്ടോ. വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ അലം യജിദ്ക. മനസ്സിലായില്ലേ? അലം യജിദ്ക, അലം യജിദ്ക, വജദ യജിദു, വജദ യജിദു, യജിദ്ക. അങ്ങനെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കണ്ടോ. എൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ അത് പരീക്ഷിച്ച് നോക്കാണ്, ഇവിടെ ചൊല്ലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ എല്ലാവരും എന്ത് ചെയ്യാ, ഖുർആനിന്റെ നിയമങ്ങൾ വളരെ കൃത്യമായിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ് സൂറത്തൊക്കെ ഓതുമ്പോൾ കൽക്കലത്തിന്റെ അക്ഷരങ്ങളാണ് 4. ഖുൽ ഹുവല്ലാഹു അഹദ് കണ്ടോ, ആ ദ് എന്നുള്ള വ്യക്താക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ്, ആ 4 വ്യക്താക്കാതുള്ള ആ മൂടി വെക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, നടക്കൂല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചില ആളുകൾ വെളിവാക്കാൻ പറഞ്ഞ ഓവറാക്കും. എങ്ങനെ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് അങ്ങനെ വ്യക്താക്കേണ്ട ആവശ്യമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ വല്ലുഹ മുതൽ ഇങ്ങോട്ട് താഴോട്ടുള്ള എല്ലാ സൂറത്തുകളും കൃത്യമായി പാരായണം ചെയ്യാൻ നമ്മൾ പഠിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അങ്ങനെ ഓതുക. ഇത് പൂർണ്ണമായി തജ്വീദ് കറക്റ്റാണെന്ന് ഞാൻ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല കേട്ടോ. ഏതായിരുന്നാലും വലിയ തെറ്റുകളൊന്നും പറയാനുണ്ടാവൂല. അങ്ങനെയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അടുത്ത സൂറത്ത് ഏതാണ്? അലം നശ്റഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അങ്ങനെ ഓതി പഠിക്കുക. ഓരോ സൂറത്തുകളും നല്ല നല്ല കാര്യങ്ങൾ ഓതുന്ന ഇത് യൂട്യൂബിലൊക്കെ കാണാൻ കഴിയും. അതൊക്കെ കേട്ട് അതിൻ്റെ കൂടെ ഓതി പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചെല്ലുന്ന യാ ഫത്താഹു യാ ഫത്താഹ് അങ്ങനെ എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം സ്ഫുടമായി ചെയ്യണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെല്ലാ അമലും അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. ഏറ്റവും നല്ല ആളുകളാരാ? ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാ. ഇപ്പൊ ഞാനിത് കുറച്ചേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഏറ്റവും നല്ല ആളുകളിൽ പെടാനുള്ളൊരു അവസരം നമുക്ക് അള്ളാഹു തന്നില്ലേ. അള്ളാഹു സ്വീകരിക്കട്ടെ.